വീതിയും നീളവും 4:5 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ പരപ്പളവ് 320 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ വീതിയും നീളവും കാണുക. അപ്പം നീളവും വീതിയും 4:5 എന്ന അംശബന്ധത്തിലാണ്. വീതി ബി സമം 4x എന്നെടുക്കാം, 4. നീളം L സമം 5x എന്നെടുക്കാം. അതിൻ്റെ പരപ്പളവ്, അതായത് പരപ്പളവ് ചതുരത്തിൻ്റെ ഇതെന്തിൻ്റെയാണ്? അതിൻ്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം പരപ്പളവ് സമം നീളം ഇൻറ്റു വീതിയാണ്. നീളം ഗുണിക്കണം വീതി. അപ്പോൾ എത്രയാണ് വരിക? നീളം ഗുണിക്കണം വീതി. നീളം 5x ഗുണിക്കണം 4x എന്നാണ് വരിക. പക്ഷേ പരപ്പളവ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ പരപ്പളവ് 320 ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ 5x 4x കൂടി ഗുണിച്ചാൽ എത്രയാ? 20x സ്ക്വയർ. 20x സ്ക്വയർ. ആ 20x സ്ക്വയർ എന്നുള്ളത് 320 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ നമുക്ക് കാണാം. എക്സ് സ്ക്വയർ സമം എന്താവും? 320/20. 320/20 എത്രയാ? 16. എക്സ് സ്ക്വയർ ആണ് 16. എക്സ് സ്ക്വയർ സമം 16. എക്സ് സമം റൂട്ട് 16. റൂട്ട് 16 സമം 4. അപ്പോൾ എത്ര സെൻറ്റിമീറ്ററാ? അതെ, സെൻറ്റിമീറ്ററാണ്. എക്സ് സമം 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ. എക്സ് എന്നുള്ളത് എന്താ ഇവിടെ? വീതി 4x ആണ് അല്ലേ? അപ്പോൾ വീതി 4x സമം 4 ഇൻറ്റു എക്സും 4 16 സെൻറ്റിമീറ്റർ. നീളം സമം നീളം എത്രയാ? 5x. 5x സമം 5 ഇൻറ്റു എക്സ് എത്രയാണ്? 4. 5 ഇൻറ്റു 4 20 സെൻറ്റിമീറ്റർ. അപ്പം വീതി 16ഉം നീളം 20ഉം കിട്ടി. നമുക്കിവിടെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പരപ്പളവ് 320 ആണെന്ന്. പരപ്പളവ് എന്താ? നീളം ഇൻറ്റു വീതി. അപ്പോൾ നീളം ഇൻറ്റു വീതി സമം എത്ര കിട്ടണം? 320 എന്ന് കിട്ടണം. നീളം ഇൻറ്റു വീതി സമം 16 ഇൻറ്റു 20 സമം 16 ഇൻറ്റു 20 അല്ല, നീളം ആദ്യം എഴുതണ്ടേ. അപ്പോൾ നീളം ഇൻറ്റു വീതി ചെയ്യുമ്പോൾ 20 ഇൻറ്റു 16 സമം 320 ചതുരശ്ര സെൻറ്റിമീറ്റർ. ശരിയാണല്ലോ?